ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒന്ന് നമ്മുടെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്കൊരു ബർത്ത്ഡേ വിഷസ് കൊടുക്കാൻ പോകാം. എന്താ പരിപാടി പോയേക്കാം. ഇവിടെ ഇല്ല, അടുക്കളയിലുണ്ടാവും, പോയേക്കാം. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആയിട്ട് ഉപ്മാവ് ഉണ്ടാക്കാണ്ട് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ? അപ്പൊ പിറന്നാളിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോ ഇന്ന് പോകുന്നത് കൊടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ്. മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലുണ്ട് നല്ല അടിപൊളി വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പോയി നോക്കാം. ഫുള്ള് പാറകളൊക്കെ ഉള്ള അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണെന്നാ പറഞ്ഞത്. അതിന്റെ ഏറ്റവും ടോപ്പിലാണ് അമ്പലം. അപ്പൊ അവിടെ നിന്ന് പോയി നോക്കാം. ഇവിടെ കുറെ ആളുകൾ അമ്പലത്തിലേക്ക് നല്ല വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എത്തുന്നുള്ളത് നോക്കാം നമുക്ക്. ഇപ്പൊ മേൽമുറി 27 ഇങ്ങനെ ലെഫ്റ്റിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിയദർശിനി കോളേജിന്റെ ബോർഡ് തന്നെ കാണാം. അങ്ങനെ ഒരു ബോർഡിന്റെ അവിടുന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ കൊടിയാട്ടുപാറ മഹാദേവക്ഷേത്രം വഴി എന്ന് കണ്ടോ, അതിന്റെ ഇടത്തോട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു വീട് ലൊക്കേഷൻ വെക്കുക. അങ്ങോട്ട് പോയത് അങ്ങോട്ട് കോളേജാണ്, ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഈ വഴിക്കാണ് പോകാനുള്ളത്. ആ ബോർഡിന്റെ അവിടുന്ന് കുറച്ചിങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു റൈറ്റ് സൈഡിലൂടെ ഒരു കട്ട പതിച്ച റോഡുണ്ട്. ആ റോഡിലൂടെ പോകണം. അവിടെ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല, പ്രൈവറ്റ് റോഡ് കണ്ട ഒരു പച്ച കളറിലെ ബോർഡുണ്ട്. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്, സ്ഥലത്ത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊടിയാട്ടുപാറ മഹാദേവ ടെമ്പിളിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ. പിറന്നാൾ പെണ്ണും ചെക്കനും കൂടെ അങ്ങനെ പോവാണ് നമ്മുടെ കൊടിയാട്ടുപാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലോട്ട്. എങ്ങനെയുണ്ട് സ്ഥലങ്ങള്? ഓ, കൂറ്റൻ പാറകളാണ് ഇവിടെ. അതാണ് വഴി കേട്ടോ, അമ്പലത്തേക്ക് കയറാനുള്ള വഴി. നമ്മളെ വണ്ടി അവിടെ മേലെ നിർത്തിയിട്ട് പോകുന്നതാണ്. ഇങ്ങോട്ട് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, എന്നാലും നല്ല അടിപൊളി സ്ഥലം. സൂപ്പർ, ഫുള്ള് അടിപൊളി കോറി, നൈസായിട്ടുണ്ട്. ഈ അമ്പലത്തിന് 3500 കൊല്ലത്തോളം വർഷം പഴക്കമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫുള്ള് ഇതാവും, എന്താ പറയാ, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആകെ വെള്ളമാവും. അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഇപ്പം തന്നെ ഇവിടെ ഫുള്ള് വെള്ളങ്ങളാണ്. ഇവിടെ അടിപൊളി പാറകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. കാട് വഴി കാണുന്നുണ്ട്. ഈ കാട് വഴി ആൾക്കാർ വരുന്നത് തോന്നുന്നുണ്ട്. പിന്നെതാ അല്ലേ, ഇതാണ് നമ്മളെ സ്റ്റെപ്പ്. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ കയറി പോകാറുള്ളത്. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് അമ്പലം. ഇപ്പം സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ തന്നെ ഏൽപ്പിക്കാം. നല്ല കുത്തനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. കുട്ടികളെ എണ്ണിപ്പോരി, സ്റ്റെപ്പ് എണ്ണി പഠിച്ചോളി. എണ്ണിക്കോളി. ഫസ്റ്റ് 24 സ്റ്റെപ്പ് കയറി വന്നപ്പോൾ കണ്ടൊരു വ്യൂ പോയിന്റാണിത്. അല്ലേ, ഞങ്ങൾ കയറി ഇനി കയറാനുള്ള അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ഇപ്പം ഞങ്ങൾ കയറി വന്ന സ്ഥലം കാണിച്ചു തരാം. ഇത്ര കുത്തനുള്ള ഏരിയയാണ്. അടിപൊളി സ്ഥലമാണ്, ഫുൾ വ്യൂ പോയിന്റ് ആട്ടോ. ഇവിടെയൊക്കെ ബർത്ത്ഡേ പെണ്ണ് കുഴങ്ങിയിരിക്കുന്ന സ്റ്റെപ്പ് കയറിയിട്ട് ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് കയറാൻ പോവാണ്. ഒരു രക്ഷയില്ലാത്ത അവിടെ ചെറിയൊരു ഡാം പോലത്തെ ഒരു സംഭവം ഉണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. അല്ലേ, ഇതാ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ 76 സ്റ്റെപ്പും കയറി മുകളിലോട്ട് എത്തിയപ്പോൾ കാണുന്ന വ്യൂ ആണിത്. ഫുൾ കുളങ്ങളാട്ടോ ഇവിടെയൊക്കെ. നല്ല അടിപൊളി സ്ഥലം, ഫുൾ അടിപൊളി വ്യൂ പോയിന്റ്. ഒരു രക്ഷയില്ല, നല്ല ആഴുണ്ട്. ഇവിടെ ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ ലെവലിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയരുന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ അമ്പലത്തിൻ്റെ മുകളിലെത്തി. ഈ കാണുന്നതാണ് അമ്പലം. പണി നടന്നു വരുന്നുള്ളൂ. അപ്പം ഞാനിവിടുത്തെ തിരുമേനിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി, ഇതിപ്പോൾ എങ്ങനെ ഇവിടെ അമ്പലം വന്നത് എന്നുള്ളത്. അപ്പോൾ തിരുമേനി പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ താഴത്ത് കാണുന്ന ഈ ലെവലിലൊക്കെ പാറ പൊട്ടിച്ച് വന്ന് ഈ ഒരു അമ്പലത്തിൻ്റെ മുന്നുണ്ടായിരുന്ന അമ്പലം നശിച്ചു പോയ അമ്പലമാണ്. ഈ കോമ്പൗണ്ടിലേക്ക് എത്തിയ സമയത്ത് ഓരോരോ അപകടങ്ങളൊക്കെ വന്ന് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്നാണ് പറഞ്ഞത്. പിറന്നാൾ പെണ്ണിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ചെറിയൊരു വഴിപാടൊക്കെ നടത്തിയപ്പോൾ ഇവിടെ കട്ടൻ കാപ്പിയും പ്രസാദമൊക്കെ ഉണ്ട്. കട്ടൻ കാപ്പിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കട്ടൻ പിടിച്ച് നോക്കട്ടെ. അങ്ങനെ ഒരു ഊട്ടുപുര പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഇതാണ് വഴിപാട് കൗണ്ടർ. കുറേ വഴിപാടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുറേ വഴിപാടുകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ. അതാണ് വഴിപാട് കൗണ്ടർ. ഡെവലപ്പായി വരുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും. ഒരു ദേവസ്ഥത്തിൻ്റെ അണ്ടറിൽ നല്ല കമ്മിറ്റി നടത്തിക്കൊണ്ടിരുന്ന ഒരു അമ്പലമാണ്. ചുവന്ന കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് സുൽത്താൻ പാലസ് ഹോട്ടലാണ്. ഇതിൻ്റെ അപ്പുറത്താണല്ലോ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡ് കൂടിയാണ് വരിക. അത് മേൽമുറി 27 ഭാഗമാണത്. അപ്പോൾ സംഭവം എല്ലാ ആളുകളും ഇവിടെ വന്ന് പോവാറുണ്ട്. ഇന്ന മതക്കാരെന്നൊന്നുമില്ല, ഒരു എല്ലാവിധ ആൾക്കാരും വന്ന് ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ട് അതിന് ചുറ്റി പോവാറുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവിധ മതക്കാരും ഇവിടെ വന്ന് പോവാറുണ്ടെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ പറ്റിയത്. അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഇതാണ് ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഏതായാലും ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സംഭവം ഉഷാറാണ്. വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻ്റുകൾ ഇഷ്ടംപോലെ കോറി. അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ഇവിടെ പാറപൊട്ടിക്കൽ നിർത്തി വെച്ചു എന്നാണ് പറഞ്ഞത്. വണ്ടികൾ മറിയുക, ആളുകൾക്ക് അപകടം പറ്റുക, അങ്ങനെയുള്ള ആ ഒരു പാറപൊട്ടിക്കലിൻ്റെ ശേഷം ആണത്ര ഇവിടെ ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇവിടേക്ക് എത്തിയതിന് ശേഷമാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ അപകടം കാര്യങ്ങളൊക്കെ വരൽ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം പാറപൊട്ടിക്കലൊക്കെ നിർത്തി എന്നാണ് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം ഇവിടെ ഒന്നും പാറപൊട്ടിക്കാൻ ആൾക്കാരും വന്നിട്ടില്ല. അപ്പോഴാണ് മണ്ണൊക്കെ മാറ്റിയപ്പോഴാണ് ഇവിടുത്തെ ആ ഒരു ശിവലിംഗത്തിൻ്റെ ഒരു രൂപമൊക്കെ കണ്ടത്. അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും സോപാനങ്ങളൊക്കെ കണ്ടെത്തി എന്നാണ് പറയണത്. ഒരുപാട് വർഷം പഴക്കമുള്ള സോപാനം. അപ്പോൾ അവർ കണക്ക് പ്രകാരം ഒരു 3500 വർഷത്തോളം പഴക്കമുള്ള ഇതിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അന്നുണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു ഇത്. പിന്നെ അതങ്ങനെ തകർന്നു പോയി. പിന്നെ ഇപ്പോഴാണത് ഒരു 10-15-18 വർഷമായിട്ടാണ് അത്ര അത് രണ്ടാമതൊന്ന് പൊടി തട്ടിയെടുത്തത്. ഇപ്പം അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഏതായാലും സ്ഥലം അടിപൊളി സ്ഥലമാണ്. എല്ലാവരും ഒന്നൊന്ന് കാണേണ്ട സ്ഥലം തന്നെ. ഇപ്പം മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അല്ലാത്തവരും ഈ സ്ഥലം മിസ് ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം. വെയിലാകുമ്പോൾ കഴിഞ്ഞാൽ ഇവിടെ പറ്റില്ല, ഭയങ്കര വെയിലാവും. മഴയാണെങ്കിൽ അതും ബുദ്ധിമുട്ട്. അപ്പോൾ പറ്റണവർ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരത്തിൽ വരിക. അപ്പോൾ പിറന്നാൾ പരിപാടിയുടെ 1ാം ഭാഗമായ അമ്പലത്തിൽ പോക്ക് കഴിഞ്ഞു. ഞാൻ അടുത്ത പരിപാടിയിലോട്ട് കിടക്കുകയാണ്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല. പോയി നോക്കാം. അടുത്ത പരിപാടി ഒന്നും പ്ലാനൊന്നുമില്ല. പറ്റണ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഏതായാലും അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായത് കണ്ടപ്പോൾ. അപ്പം അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്കിൽ ഇതാക്കണം നല്ല അടിപൊളി ടോയ്സുകൾ. രാജസ്ഥാനാണ് കേട്ടോ. നല്ല അടിപൊളി ടോയ്സുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇവരുടെ അടുത്ത് വാങ്ങുമ്പോൾ ചില കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്തെടുത്താൽ മതി. കുറച്ച് വില കുറഞ്ഞ് കിട്ടും. പിന്നെ അതുമല്ല നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ നല്ല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ചെക്ക് ചെയ്തൊക്കെ റേറ്റ് ഒക്കെ ഒന്ന്. JCB 450 और तार कितना है? 400 का आएगा। ये कितना का है? ये 600 का है। 600 ഓല അപ്പോൾ 250 റുപ്യയുടെ ആ ജീപ്പ് നമ്മളോട് വാങ്ങാൻ വിചാരിച്ചു. 200 റുപ്യ 250 സംഭവം അടിപൊളി ജീപ്പാണ്. ഇത് നമ്മളോട് എടുത്തിരിക്കുന്നത്. ഇതമ്മ നീ വാങ്ങിക്കോ, നിനക്ക് ഇഷ്ടപ്പെട്ട ജീപ്പ് കേട്ടോ. ഉച്ചക്കത്തെ ചോറൊക്കെ തിന്നൽ കഴിഞ്ഞ് ഞങ്ങളിത് അങ്ങനെ പോവാണ്. പിറന്നാൾ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാണ്. സദ്യ അല്ല, എന്നാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ്. ഈ ഡ്രസ്സ് എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി കുറച്ച് ഡ്രസ്സും കൂടെ എടുക്കാൻ വിചാരിച്ചു. ഏതായാലും നോക്കിയിട്ട് കാര്യമില്ല, പിറന്നാളോട് തകർക്കാം. എന്താ സന്തോഷം. കുട്ടികൾക്കുണ്ട് ഡ്രസ്സ്, എനിക്കുണ്ടാവില്ല. ഭാര്യയ്ക്കും മക്കൾക്കും ഡ്രസ്സ് വാങ്ങി കൊടുക്കും. നമ്മളെന്ത് ചെയ്യും? ഡ്രസ്സൊന്നും ഇല്ല, പഴയതും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾക്കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഇവിടെ കുറെ കാലമായി പണി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെയോ ആദ്യം ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, അത് വെട്ടി പൊളിച്ച് വേറെ എന്തൊക്കെയോ ലെവലാക്കി. എന്നിട്ട് നല്ലൊരു വാട്ടർ തീം പാർക്ക് പോലെ കിഡ്സ് കുട്ടികളൊക്കെ ഒരു പാർക്കാക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അപ്പൊ അടിപൊളിയാവും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആ കുളത്തിന്റെ അവിടെ പണി ഇങ്ങനെ നടത്തും. അതേപോലെ തന്നെ അവിടെ പൊളിക്കും. ഇപ്പൊ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. കഴിഞ്ഞെല്ലാം അതിൽ ഷീറ്റൊക്കെ ഇട്ടിരുന്നു. ആ ഷീറ്റൊക്കെ ഒരു വെട്ടി പൊളിച്ചിട്ട്
അത് അങ്ങനെ ഒരു പണി. നല്ലൊരു ഒരു 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 ചിൽഡ്രൻസ് പാർക്കിന് പറ്റിയൊരു ഒരു നല്ലൊരു പാർക്ക് സ്പേസ് ഉണ്ട് ഇവിടെ. ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടികളൊന്നും ഇല്ല, നല്ല ഓട്ടമുള്ള ടൈമാണ് തോന്നുന്നുണ്ട്, വണ്ടികളൊക്കെ കുറവാണ്. സെൻട്രലിലേക്കാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. മലപ്പുറം കുന്നമ്മൽ പെട്രോൾ പമ്പിന്റെ അവിടുത്തെ നസീമ വെഡിങ് സെന്ററിലോട്ട്. അയ്യോ, അവിടെയൊക്കെ കാറ് ഫുൾ പാർക്കിംഗ് ആണ്. നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് പാർക്കിംഗ് തരുവാ? എന്ത് ചെയ്യാ, കൊണ്ട കയറ്റി വെക്കാം. നസീമ വെഡിങ് സെന്റർ, വാ, പോയി നോക്കാം. ഞാനില്ല, ഞങ്ങൾ പോയിട്ടോളൂ. ഡ്രസ്സിങ് കടയിൽ നിന്ന് ബോറടിച്ചപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ ഇറങ്ങി. അതെങ്കിലും നടക്കട്ടെ വിചാരിച്ചു. അപ്പോൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ട്, നല്ല കുഴപ്പമില്ലാത്ത കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ബില്ലടിച്ച് കിട്ടി. അപ്പോൾ ഞങ്ങൾ ആ സാധനം കൊണ്ട് നേരെ ഞാൻ അടുത്ത് പോകുന്നത് നസീമയുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ്. അവൾക്ക് വീണ്ടും കുറച്ച് ആഭരണങ്ങളുടെ എന്തൊക്കെയോ ഡാമേജും കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ചേച്ചിക്കാണ് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല, അത് നറുക്കെടുപ്പിലൂടെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നസീമ ഗോൾഡിലൊക്കെ നോക്കി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് നമുക്കൊരു കാപ്പി കിട്ടി, അത് അടിപൊളിയായി. പിന്നെ നമ്മൾ അടുത്ത ഉൾക്കൊരു ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ളൊരു കടയിലോട്ട് പോയി. അവിടെയും കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളി ഇതായിരുന്നു. നല്ല അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് ഒരു ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ പോന്നു. അങ്ങനെ ഓലൊക്കെ വീട്ടിൽ കൊണ്ടാക്കി നമ്മൾ രാത്രി ആയപ്പോഴേക്കും എന്ത് ചെയ്തു, നൈറ്റിലൊരു ഫുഡ് പുറത്തുനിന്നാക്കാവുന്ന രീതിയിൽ നമ്മുടെ അറേബ്യൻ ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ മലപ്പുറം പമ്പിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഒരു നല്ലൊരു അൽഫാം മന്തി നമ്മൾ ഓർഡർ ചെയ്തു. അൽഫാമൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് പെരി പെരിയും പല പല മോഡലുണ്ട്. വലിയ സ്പേസ് ഒന്നും പറ്റിയില്ല, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സാധനമൊക്കെ ചൂടാക്കി വെക്കുകയാണ്. അപ്പോൾ അൽഫാം റെഡി ആയിട്ടുണ്ട്, റൈസും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കിയിട്ട് ടേസ്റ്റ് ഓഫ് അറേബ്യ എന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ സർപ്രൈസ് എന്നുള്ള ലെവലിലേക്ക് ഒരു കേക്കും കൂടെ പ്ലാൻ ഇട്ടു. ഇതൊന്നും ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കേക്ക് വാങ്ങാനുള്ള ലെവലിൽ ചെന്നു. ലൈവ് കേക്കാണ് അവിടെ സ്പോട്ടിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സ്പോട്ടിലാണ്. അപ്പോൾ നമ്മൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നേരെ വീട്ടിലോട്ട് പോന്നു. APM ബാഗ്സ് കളക്ട്രേറ്റിൻ്റെ അവിടെ ആയിട്ട് എൻ്റെ ഷോപ്പ് എടുക്കുന്നത്. അവിടെ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി കേക്ക് മുറിക്കാൻ നമ്മൾ കിടക്കുകയാണ്. അങ്ങനെ കേക്ക് മുറിയിൽ ആഘോഷത്തിലോട്ട് എത്തിയിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ മമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിപൊളി അൽഫാമും മന്തിയും സ്പെഷ്യൽ, ടുഡേ സ്പെഷ്യൽ, നൈസ്. നമ്മുടെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ്. കുഴിമന്തി തിന്ന് ഇവിടെ തീർക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.